ഹേ, ദിസ് ഈസ് മാധവ്. ഇന്ന് നമ്മുടെ കൂർഗ് യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഞങ്ങൾ പോയത് നിസർഗധാമ പാർക്കിലേക്കാണ്. ഇത് നല്ലൊരു ഷോപ്പിംഗ് സ്പോട്ടാണ്. അങ്ങനെ നിസർഗധാമ പാർക്കിലെത്തിയപ്പോഴേക്കും നല്ല മഴയായിരിക്കുന്നു. പാർക്കിന്റെ കവാടത്തിലെ ഹാങ്ങിങ് ബ്രിഡ്ജാണ് ആദ്യം തന്നെ നമ്മെ വരവേൽക്കുന്നത്. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററാണ് നിസർഗധാമയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൂർഗിലേക്ക് പോകുന്നവരുടെയൊക്കെ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണിത്. കുട്ടികളടങ്ങുന്ന കുടുംബത്തിന് നല്ലൊരു ഔട്ടിംഗ് ഓപ്ഷനാണ് ഈ പാർക്ക്. കൂർഗിന്റെ തനതായ ആർട്ട് ഫോംസ് സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രതിമകൾ ഇവിടെ നമുക്ക് കാണാം. കോലാട്ട്, ഉമ്മത്താട്ട് എന്നിവയാണ് ഈ കലാരൂപങ്ങൾ. മുളക്കാടുകൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള ചെറിയ കുടിലുകൾ വളരെ മനോഹരമായാണ് എനിക്ക് തോന്നിയത്. ഈ പാർക്കിനുള്ളിൽ തന്നെ ഒരു ബേർഡ്സ് പാർക്കുണ്ട്. അവിടെ നിങ്ങൾക്ക് പക്ഷികളുടെ കൂടെ ഫോട്ടോ എടുക്കാം. അതിനുള്ള സംവിധാനങ്ങളുമുണ്ട്. എനിക്കിത്തരം പരിപാടികൾ താല്പര്യമില്ലാത്തതിനാൽ ഞാൻ അതിന് മുതിരാറില്ല. പാർക്ക് മുഴുവൻ ചുറ്റിക്കറങ്ങി. പണ്ട് മുതലേ പാർക്സ് ആർ നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അതുകൊണ്ട് തന്നെ അടുത്ത ലക്ഷ്യസ്ഥാനം മനസ്സിൽ കണ്ട് യാത്ര തുടർന്നു. ദുബാരെ എലിഫന്റ് ക്യാമ്പ്. ഇവിടെ റാഫ്റ്റിംഗ് നല്ലൊരു അനുഭവമാണ്. പണ്ടെന്നോ ഇവിടെ വന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ ഞങ്ങളുടെ റാഫ്റ്റിംഗ് ബോട്ടിനായി വെയിറ്റ് ചെയ്തു. മതിയോ? ഇങ്ങനെ ഇരുന്നാ പോരെ? ഓക്കെ. സഹധർമ്മിണി കുറച്ച് ഭയത്തിലാണെന്ന് വേണം പറയാൻ. അങ്ങകലെ എലിഫന്റ് ക്യാമ്പിലെ ആനകളെ കുളിപ്പിക്കുന്നത് നമുക്ക് കാണാം. റാഫ്റ്റിംഗ് ബോട്ടിലെ ചേട്ടനോട് പറഞ്ഞപ്പോൾ റാഫ്റ്റിംഗ് ബോട്ട് കുറച്ചുകൂടെ ആന കുളിക്കുന്ന ഭാഗത്തേക്ക് അടുപ്പിച്ചു. നമ്മൾ തൃശ്ശൂരുകാർക്ക് എന്തുട്ട ആന അല്ലേ. കുറച്ച് സേഫായ ഒരു ഏരിയയിൽ നമുക്ക് നീന്താനായി റാഫ്റ്റിംഗ് ബോട്ട് അടുപ്പിച്ചു. കോളേജ് സ്റ്റുഡൻസ് അവിടെ തിമിർത്ത് ഉല്ലസിക്കുന്നത് നമുക്ക് കാണാം. ദാറ്റ് ടുക്ക് us back to the college days. ഡ്യൂട്ടിക്ക് ശേഷം ഞങ്ങൾ ഈ പരിപാടി നിർത്തി തിരിച്ചു വരികയാണ്. ഞങ്ങൾ അന്നേ ദിവസത്തെ യാത്ര അവസാനിപ്പിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ജീപ്പ് ട്രക്കിംഗ് ആണ് ഞങ്ങളുടെ പ്ലാൻ. രണ്ടാം ദിവസത്തിന്റെ തുടക്കം ഒരു ക്ഷേത്രത്തിൽ നിന്നാകാം എന്ന് ഞങ്ങൾ കരുതി. ഇതാണ് ശ്രീ ഓംകാരേശ്വര സ്വാമി ടെമ്പിൾ. മദിക്കേരിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചർ തന്നെയാണിതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇസ്ലാമിക് ആൻഡ് ഗോത്തിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണിത്. 19-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് രക്ഷ നേടാൻ അന്നത്തെ രാജാവ് പണി കഴിപ്പിച്ചതാണത്രേ. എബെ ഫോൾസ് ആണ് അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോഴേക്കും ചെറുതായി മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ഒരു 3-4 മിനിറ്റ് നടന്നാൽ മതി നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഫോൾസ് വളരെ റെയറാണ്. ബേസിക്കലി ഒരു മടിയനായ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ട്രക്കൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ വേഗം വെള്ളച്ചാട്ടത്തിലോട്ട് എത്തിയല്ലോ.
ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ വാട്ടർഫോൾസ് ജെസ്സി ഫോൾസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാവേരി നദി 70 അടി ഉയരത്തിൽ നിന്ന് പതിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. മതികേരിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മണ്ടൽപട്ടി പീക്കാണ്. കൂർഗിലെ ഏറ്റവും മനോഹരമായ സ്ഥലം എൻ്റെ അഭിപ്രായത്തിൽ മണ്ടൽപട്ടിയാണ്. മതികേരിയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ജീപ്പ് എടുത്തിട്ടുണ്ട്. 1600 രൂപയാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോ ഷെയർ ആക്ച്വലി ഞങ്ങൾ 2 പേരായിട്ട് പോവാന്ന് വെച്ചതാണ്. പിന്നെ നിങ്ങൾ വിളിച്ചപ്പോ എന്തായാലും പോവാം. ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിങ്ങിൽ നമ്മള് ഡ്രോൺസ് ഇവിടെ അലൗഡ് അല്ല. സോ ആക്ച്വലി ബൈക്സ് അലൗഡ് ആണ്. ബൈക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് റോഡ് കയറ്റാം. കുറേ സഞ്ചാരികൾ ട്രെക്ക് ചെയ്ത് നടന്നു പോകുന്നതായി നമുക്ക് കാണാം. കൂർഗ് ഓടിയെത്തേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ജീപ്പ് ഓപ്റ്റ് ചെയ്തത്. സ്വർഗത്തിലേക്കുള്ള യാത്ര പോലെയാണ്. ചുറ്റും മനോഹരമായ മലനിരകൾ. നിങ്ങളുടെ ബൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫ് റോഡ് കോൺഫിഡൻസ് ഇതെല്ലാം വെച്ചാണ് നമ്മൾ ഓഫ് റോഡ് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. കുറേ പേര് ഇതുപോലെ ഹാഫ് വേയിൽ തിരിച്ചു വരുന്നത് ഞങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ബൈക്ക് കേടായിട്ട് അവിടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പുഷ്പഗിരി ഫോറസ്റ്റ് റേഞ്ചിൽ ഉൾപ്പെടുന്ന മലനിരകളാണ് മണ്ടൽപട്ടി. 1800 മീറ്റർ ഉയരത്തിലാണ് ഈ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. മേഘങ്ങളുടെ താഴ്വരയായി നിങ്ങൾക്ക് ഇവിടെ തോന്നാം. കോടയിൽ പൊതിഞ്ഞ് അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ പ്രദേശം. പെട്ടെന്നാണ് ഇവിടെ കാലാവസ്ഥ മാറിയത്. നല്ല കോട പുതച്ചിരിക്കുന്നു. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കോടമഞ്ഞാണ്. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. ഇവിടെ എത്ര സമയം ചിലവഴിച്ചാലും മതിയാകുന്നില്ല. ദിസ് ഈസ് ദ ബെസ്റ്റ് പാർട്ട് ഇൻ മൈ കൂർഗ് ട്രിപ്പ്. വ്യൂ പോയിന്റുകൾ നല്ല കോട കാരണം കാണാൻ സാധിക്കാത്ത രീതിയിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിരിക്കുന്നു. നല്ല മഴ ആയതിനാൽ കുറച്ചു നേരം അവിടെ ഒരു ചെറിയ കടയിൽ മാഗി മുതൽ മിക്സ്ചർ വരെ അവിടെ നിന്ന് കഴിച്ച് സമയം കളഞ്ഞു. സമയം പോയതിനാൽ കൊട്ടാബി ഫോൾസ് പോകാതെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഒരു പിടി നല്ല ഓർമ്മകളുമായാണ് കൂർഗിൽ നിന്ന് പോകുന്നത്. വീണ്ടും വരും എന്ന വിശ്വാസത്തോടെ യാത്രകൾ തുടരും.